അകലാത്ത സ്നേഹിതൻ ഉത്തമ കൂട്ടാളിയായി ആശ്രയിപ്പാനും പങ്കിടുവാനും നല്ലൊരു സഖിയാണവൻ. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രവിക്കുന്ന ഏവർക്കും ജീവശബ്ദത്തിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനമായി നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തിച്ചേരുവാൻ കർത്താവ് ഒരുക്കി തന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നു എന്ന് നിങ്ങളുടെ പ്രതികരണങ്ങളിലൂടെ ഞങ്ങൾക്ക് അറിയുവാനിടയാത്തതിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്യുന്ന കർത്താവാണ്. നമ്മുടെ കർത്താവ് നമ്മളെ ദൈവവചനത്തിനകത്തുള്ള വെളിപ്പാടുകൾ നമ്മുടെ അകത്ത് തുറന്നു നൽകുന്ന കർത്താവാണ്. നമ്മുടെ കർത്താവ് നാം അനുഭവിക്കുന്ന ഏതിൻ്റെ മടുവിലൂടെയും നമ്മെ ശക്തിയോടെ മടത്തുവാൻ കഴിവുള്ള കർത്താവാണ്. നമ്മുടെ കർത്താവ് ഏത് അവസ്ഥകളിൽ നിന്നും നമ്മളെ ഉദ്ധരിപ്പാൻ കഴിവുള്ള കർത്താവാണ്. ആ കർത്താവിൻ്റെ വചനമാണ്, ആ കർത്താവിൻ്റെ വാക്കുകളാണ്, ആ കർത്താവിൻ്റെ വചനമാണ് നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയോടെ, ആഗ്രഹത്തോടെ, ശ്രദ്ധയോടെ വചനം ശ്രദ്ധിക്കുക. ഈ വചനം ഇന്നും നിങ്ങൾക്കൊരു അത്ഭുതം ചെയ്യുന്ന വചനമാണ്. ഇത് നിങ്ങളുടെ സമയം, ഇത് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ദിവസമാണ് എന്ന് നിങ്ങൾ അറിയുക. കഴിഞ്ഞ ആഴ്ചകളിൽ യോഹന്നാന്റെ ലേഖനത്തിൽ നിന്ന് അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നുവെന്നും അത് നിങ്ങൾക്ക് സകലതും അറിയുവാനായിട്ടുള്ള കഴിവ് നൽകുമെന്നും ആ അഭിഷേകം നിങ്ങളെ ഉപദേശിക്കുമെന്നും അത് ഉപദേശിക്കാൻ തുടങ്ങിയാൽ വേറെ ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ലെന്നും ആ അഭിഷേകം തന്നെ നിങ്ങളെ നടത്തുമെന്നും നാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ദൈവാത്മാവിനെ കണ്ടുവരികയായിരുന്നു. ഞാൻ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം യേശുവിൻ്റെ ജീവൻ ഉണ്ടാകേണ്ടതിനും യേശുവിൽ വിശ്വസിക്കേണ്ടതിനും എഴുതപ്പെട്ട പുസ്തകമാണ്. യോഹന്നാന്റെ ലേഖനം ക്രിസ്തുവിൽ ഉള്ള നമ്മുടെ വളർച്ചയും നമ്മുടെ ഫെല്ലോഷിപ്പും ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന അനുഭവങ്ങളും അനുഗ്രഹങ്ങളും അനുഭവിക്കുന്ന, അതിൽ വളരുന്ന, ക്രിസ്തു എന്ന തലയോളം വളരുന്ന, ദൈവസ്നേഹത്തിൽ വളരുന്ന പുസ്തകമാണ് യോഹന്നാന്റെ ലേഖനം. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ആദിയിൽ എന്ന പദപ്രയോഗത്തോടെ യോഹന്നാന്റെ സുവിശേഷം ആരംഭിച്ചു. ആ ആദി അത് സൃഷ്ടിപ്പിൻ്റെ ആദിയല്ല, നിത്യതയ്ക്ക് ആദി ഇല്ലെങ്കിലും ഭൂതകാല നിത്യതയെ കാണിപ്പാനാണ് യോഹന്നാൻ 1:1 ആദിയിൽ എന്ന പദം ദൈവാത്മ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ അതേ പദം തന്നെയാണ് ഉൽപ്പത്തി 1:1 പറഞ്ഞിരിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. അത് നിത്യതയുടെ ആദിയല്ല, ഭൂതകാല നിത്യതയുടെ ആരംഭമല്ല, അത് സമയത്തിൻ്റെ ആരംഭമാണ്, സൃഷ്ടിപ്പിൻ്റെ ആരംഭമാണ്. രണ്ടും ഒരു പദമാണെങ്കിലും, രണ്ടും ആദിയിൽ എന്ന പദപ്രയോഗമാണെങ്കിലും രണ്ടിനും രണ്ടർത്ഥമാണ് ദൈവാത്മാവ് ഉപയോഗിച്ചിരിക്കുന്നത്, അർത്ഥമാക്കിയിരിക്കുന്നത്. ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ പടിപടിയായി ക്രിസ്തുവിലുള്ള വെളിപ്പാടുകൾ നമ്മുടെ അകത്തേക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ നമ്മുടെ അകത്തേക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണ്. 1, വചനം ദൈവമാണെന്ന് പറഞ്ഞു. 2, ആ വചനമായ ക്രിസ്തു അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ വന്നു പാർത്തു, അവൻ ടാബർനാക്കിൾ അടിച്ചു എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്ന് അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ ദൈവം പറഞ്ഞ വ്യവസ്ഥ പ്രകാരം അവർ പണിത സമാഗമന കൂടാരം, അതിൽ ദൈവം വന്ന് അധിവസിച്ച്, ദൈവം ഇറങ്ങി വന്ന് അധിവസിച്ചതുപോലെ നോക്കൂ, ടാബർനാക്കിളായി ഒരു കൂടാരമായി നമ്മുടെ കർത്താവ് മനുഷ്യ ശരീരത്തിൽ ഈ ഭൂമിയിൽ നടന്നപ്പോൾ അതിനകത്ത് ദൈവം അധിവസിച്ചു എന്ന് യോഹന്നാൻ 1:14 നിന്ന് നമുക്ക് അർത്ഥമാക്കാം. ഒന്നുകൂടെ യോഹന്നാൻ ഇറങ്ങി വരുമ്പോൾ നോക്കൂ, യോഹന്നാൻ സ്നാപകൻ യോർദാന്റെ കടൽ വെച്ച് യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന വാക്കുകൾ യോഹന്നാൻ അപ്പോസ്തലൻ എടുത്തുദ്ധരിച്ചിരിക്കുന്നു. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 1:14 അവൻ ടാബർനാക്കിളാണെന്ന് പറഞ്ഞെങ്കിൽ, അവൻ കൂടാരമാണെന്ന് പറഞ്ഞെങ്കിൽ, 1:29 അവൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് അടുത്തൊരു പടിയിലേക്ക് യോഹന്നാൻ നമ്മളെ വളർത്തുകയാണ്. 1-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ ആ ക്രിസ്തു സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന കോവേണിയാണെന്ന് യോഹന്നാൻ നമ്മെ വീണ്ടും പഠിപ്പിച്ചു വരികയാണ്. ആ കോവേണി നമ്മുടെ ക്രിസ്തു തന്നെയാണ്. നോക്കൂ, പാപത്താൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യവർഗത്തെ ദൈവത്തിലേക്ക് നിരപ്പിക്കുവാൻ വേണ്ടി, ദൈവമായിട്ട് ഒന്നിപ്പിക്കുവാൻ വേണ്ടി, സ്വർഗത്തെയും ഭൂമിയെയും നിരപ്പിക്കേണ്ടതിന് വേണ്ടി സാക്ഷാൽ കോവേണിയായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ കർത്താവിനായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അങ്ങനെ പടിപടിയായി ക്രിസ്തു കേന്ദ്രീകൃതമായ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടിൽ യോഹന്നാൻ തൻ്റെ
സുവിശേഷം രചിക്കപ്പെട്ടുകൊണ്ടിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം മുതൽ 13-ാം അധ്യായം വരെ ഈ ഭൂമിയിലേക്ക് നമ്മെ തേടി ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശുവിനെ യോഹന്നാൻ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ 14-ാം അധ്യായം മുതൽ നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന, നമ്മുടെ അകത്ത് അധിവസിച്ച് നമ്മെ സത്യത്തിലേക്ക് വഴിമടത്തി നമ്മെ ദൈവത്തിലേക്ക് എത്തിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ ആ യാത്ര വളരെ രസകരമായി യോഹന്നാൻ സുവിശേഷത്തിൽ വരച്ചു കാണിക്കുന്നു. ആ സുവിശേഷം എഴുതിയതിനു ശേഷം ദൈവസഭയ്ക്ക് യോഹന്നാൻ ലേഖനം എഴുതുന്നു. ആ ലേഖനത്തിലാണ് ഇവിടെ നാം അഭിഷേകം എന്ന പദത്തെക്കുറിച്ച് കാണുവാൻ ഇടയാത്തുന്നത്. ഞാൻ പറഞ്ഞു, അഭിഷേകത്തിൻ്റെ പ്രാരംഭ സ്റ്റേജ് അത് കുഷ്ഠരോഗികൾക്കുള്ള അഭിഷേകമാണ്. എന്നാൽ 2-ാം സ്റ്റേജ് എന്ന് പറയുന്നത് അത് പുരോഹിത അഭിഷേകമാണ്. നോക്കൂ, രക്ഷിക്കപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ദൈവസഭയ്ക്കകത്ത് വന്നു. 1 പത്രോസ് 2-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നു, ആകയാൽ സകല ദുഷ്ടതയും ചതിവും വ്യാജഭാവവും ഒക്കെ വിട്ടുകളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ നിങ്ങൾ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ നിങ്ങൾ കുടിക്കണം. എന്നിട്ട് താഴേക്ക് പറഞ്ഞു വരുമ്പോൾ പത്രോസ് പറയുന്നു, നിങ്ങൾ ജീവനുള്ള കല്ലായ ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം ഒരു ആത്മീയ പുരോഹിത വർഗമാകാൻ നിങ്ങൾ പണിയപ്പെടുകയാണ്. അങ്ങനെ തന്നെയുള്ള പദമാണ് പരിശുദ്ധാത്മാവോട് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം ആത്മീയ പുരോഹിത വർഗമാകണമെന്ന് നിങ്ങൾ ദൈവാത്മാവിനാൽ ദൈവസഭയിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഭയ്ക്കകത്ത് നിങ്ങൾ വരുന്നത് എന്തിനാണ്? നിങ്ങളൊരു ലോക്കൽ ചർച്ചിൽ പോകുന്നത് എന്തിനാണ്? പാട്ടുപാടാനാണോ? ആരാധിക്കാനാണോ? പ്രാർത്ഥിക്കാനാണോ? അത്ഭുതങ്ങൾ അനുഭവിക്കാനാണോ? അതോ അടയാളങ്ങൾ അനുഭവിക്കാനോ? അതോ അനുഗ്രഹം അനുഭവിക്കാനോ? ഇതൊക്കെ ഇവൻ്റെ പാർശ്വഫലങ്ങളാണെങ്കിലും സത്യത്തിൽ ഒരു ലോക്കൽ ചർച്ചുമായി നിങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുന്നത് ജീവനുള്ള കല്ലായ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ഒരു വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടവന് ദൈവാത്മാവിനാൽ നിങ്ങളെ പണിയുന്ന സ്ഥലമാണ് സഭ. സഭ ഒരു ക്ലബ്ബല്ല. സഭ ഞായറാഴ്ച കൂടി വരുന്ന ഒരു സ്ഥലമല്ല. സഭ നിങ്ങളുടെ അകത്ത് നിങ്ങളുടെ പൗരോഹിത്യത്തെ വളർത്തുന്ന സ്ഥലമാണ്. നിങ്ങൾ ക്രിസ്തുവിനാൽ പൗരോഹിത്യ ശുശ്രൂഷയിൽ പുരോഹിതന്മാരായി നിങ്ങൾ വളർച്ച പ്രാപിക്കുന്ന സ്ഥലമാണ് സഭ എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പത്രോസ് പറഞ്ഞു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വെളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പണ്ടക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമാകുന്നു. നിങ്ങൾ രാജാക്കന്മാരാണ്, നിങ്ങൾ പുരോഹിതന്മാരാണ്. അർത്ഥാൽ നിങ്ങൾ ദൈവത്താൽ ദൈവസഭയിൽ വന്ന് പുരോഹിതന്മാരായി വളർച്ച പ്രാപിക്കുന്നവരാണ്. സഭയ്ക്കകത്തൊരു പുരോഹിതൻ എഴുന്നേൽക്കണമെങ്കിൽ, ഒരു പുരോഹിത ശുശ്രൂഷ ചെയ്യണമെങ്കിൽ, നോക്കൂ, പുരോഹിതന് മേൽ വീഴുന്ന അഭിഷേകമാണ് പൗരോഹിത്യാഭിഷേകം. പൗരോഹിത്യാഭിഷേകത്തിന്റെ പ്രത്യേകത അത് ഒരു ദേഹത്തിന്റെ മേൽ ഒഴിക്കാൻ പാടില്ല. കുഷ്ഠരോഗിയുടെ അഭിഷേകം അവന്റെ വലത്തെ കാലിന്മേലും അവന്റെ വലത്തെ കൈയിന്മേലും പെരുവിരലിന്മേലുമാണ് ഒഴിക്കുന്നത്. എന്നാൽ പൗരോഹിത്യാഭിഷേകത്തിന്റെ പ്രത്യേകത അത് ഒരു ദേഹിയുടെ മേൽ ഒഴിക്കാൻ പാടില്ല. പുറപ്പാട് ദിവസം 30-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം, അത് മനുഷ്യന്റെ ദേഹത്തിന്മേൽ ഒഴിക്കരുത്. ഏത് 22-ാം വാക്യം മുതൽ വായിച്ചു വരുമ്പോൾ അവിടെ അഭിഷേക തൈലത്തെക്കുറിച്ച്, പൗരോഹിത്യ അഭിഷേകത്തെക്കുറിച്ച് പറയുക വരികയാണ്. അത് ഒരു മനുഷ്യന്റെ ദേഹത്തിന്മേൽ ഒഴിക്കരുത്. പുരോഹിത വസ്ത്രം ഉടുത്തിരിക്കുന്ന പൗരോഹിത്യ കുടുംബത്തിൽ ജനിച്ച പുരോഹിതനായി തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്താൽ അവരോധിക്കപ്പെട്ട ഒരുവന്റെ മേൽ വേണം ആ അഭിഷേക തൈലം ഒഴിക്കാൻ. ഒരു ദേഹത്തിലും അത് വീഴാൻ പാടില്ല. നോക്കൂ, നിങ്ങൾ ഈ അഭിഷേക തൈലത്തെക്കുറിച്ചുള്ള ഒരു പ്രസ്താവന നിങ്ങൾക്ക് സങ്കീർത്തനത്തിൽ കാണാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നവർ എത്ര ശുഭവും എത്ര മനോഹരമാകുന്നു. നിങ്ങൾ 133-ാം സങ്കീർത്തനത്തിൽ ദൈവാത്മാവ് രചിച്ചു വെച്ചത് നിങ്ങൾ കാണുന്നുണ്ട്. നോക്കൂ, ഇവിടെ ആ അഭിഷേക തൈലം അഹരോന്റെ തലയിൽ നിന്നൊഴുകി അത് താടിയിലൂടെ വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് അത് ഒഴുകുന്നു. ആ അഭിഷേക തൈലം സഹോദരന്മാർ ഒത്തൊരുമിച്ച് കൂടുമ്പോൾ ഒഴുകുന്ന അഭിഷേക തൈലത്തെക്കുറിച്ച് 133-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞത് സത്യത്തിൽ ഒഴുകുന്നത് ദൈവസഭയിലാണ്. നോക്കൂ, ദൈവസഭയ്ക്കകത്ത് പൗരോഹിത്യ അഭിഷേകം പരിശുദ്ധാത്മാവ് ശക്തിയോടെ പകരുന്നു. അതെവിടെയാണ് പകരുന്നത്? നോക്കൂ, രക്ഷിക്കപ്പെട്ട് സഭയിൽ വരുന്ന, നോക്കൂ, വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് ക്രിസ്തുവിൽ വളരാത്തവന്റെ മേലല്ല, വളരുന്നവനാണ് സഭയോട് ചേർന്ന് പൗരോഹിത്യ അഭിഷേകത്തിൽ വളരുന്നത്. നോക്കൂ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ സഭയ്ക്കകത്ത് വന്നു. സഭയ്ക്കകത്ത് വന്നപ്പോൾ നിങ്ങൾ വചനം ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ, വചനം ഭക്ഷിക്കാൻ തുടങ്ങുമ്പോൾ, വചനം നിങ്ങൾ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്ന് നിങ്ങളൊരു ലോക്കൽ ചർച്ചിലെ അവയവമാകാൻ തുടങ്ങും. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവമായി പ്രവർത്തിക്കുമ്പോൾ ക്രിസ്തുവിലാണ് അഭിഷേകം ഉള്ളത്. ക്രിസ്തുവിനുള്ള അഭിഷേകം ശരീരത്തിന്മേൽ വ്യാപരിക്കുകയാണ്.
ആ അഭിഷേകത്തിലേക്ക് കർത്താവ് നിങ്ങളെ ശക്തിയോടെ നയിക്കുകയാണ്. ആ അഭിഷേക തൈലം നിങ്ങളുടെ മേൽ ശക്തിയോടെ വ്യാപരിക്കുകയാണ്. നോക്കൂ, അത് ഒരു മനുഷ്യ ശരീരത്തിന്മേൽ ആ അഭിഷേകം ഒഴിക്കുകയില്ല. പൗരോഹിത്യ അഭിഷേകം, പുരോഹിത അഭിഷേകം ഒരു മനുഷ്യ ശരീരത്തിന്മേൽ വീഴാൻ പാടില്ല. അത് ക്രിസ്തു എന്ന തലയോട് ചേർന്ന് നിൽക്കുന്ന ഒരു അവയവത്തിലാണ് ഒഴുകുന്നത്. അത് തലയിൽ നിന്ന് ഒഴുകി വരുന്ന അഭിഷേകമാണ്. അത് ക്രിസ്തുവിൽ നിന്നാണ് ഒഴുകി വരുന്നത്. ആ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആ അഭിഷേകത്തിന്റെ പ്രത്യേകത, ആ അഭിഷേകം അവർ പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ യഹോവയോട് മോശയോട് അരുളിച്ചത് കൽപ്പിച്ചതെന്നാൽ മേത്തരമായ സുഗന്ധവർഗവുമായി അത് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 500 ശേക്കൽ അയഞ്ഞ മൂരും, അതിൽ പാതി 250 ശേക്കൽ സുഗന്ധലവംഗവും, 500 ശേക്കൽ വഴണത്തൊലിയും, 1 കിൽ ഒലിവെണ്ണയും എടുത്ത് തൈലക്കാരൻ്റെ വിദ്യപ്രകാരം ചേർത്തുണ്ടാക്കിയ വിശുദ്ധമായ അഭിഷേകതലമായിരിക്കണം. അതിനാൽ നീ സമാഗമന കൂടാരവും സാക്ഷ്യപ്പെട്ടവും അതിലെ ഉപകരണങ്ങളൊക്കെയും പുരോഹിതന്മാരെയും നീ അഭിഷേകം ചെയ്യണം. നീ അഭിഷേകം ചെയ്താൽ അത് ദൈവത്തിന് വിശുദ്ധമായിരിക്കും. അപ്പോൾ ദൈവാലയത്തെയും അതിനുള്ള ഉപകരണങ്ങളെയും അതിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാരെയും അഭിഷേകം ചെയ്യാൻ സാധാരണ ഒലിവെണ്ണ പോരാ. കുഷ്ഠരോഗിയുടെ മേൽ ഒഴിക്കുന്ന എണ്ണ പോരാ ഒരു പുരോഹിതന്റെ മേൽ ഒഴിക്കാൻ. പുരോഹിതന്റെ മേൽ ഒഴിക്കണമെങ്കിൽ നാം വായിച്ചത് ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളാണ്. ഭാരത ബൈബിൾ സൊസൈറ്റി ഇറങ്ങിയ പുസ്തകത്തിൽ വായിച്ചാൽ, POCയിൽ വായിച്ചാൽ നിങ്ങൾക്ക് അവിടെ 4 വിധ കൂട്ടുകൾ ഒലിവെണ്ണയോട് ചേർക്കുന്നതായി കാണാം. 500 ശേക്കൽ അയഞ്ഞ മൂര്, 250 ശേക്കൽ കറുവപ്പട്ട, 250 ശേക്കൽ സുഗന്ധലവംഗം, 500 ശേക്കൽ വഴനത്തൊലി. ഇങ്ങനെയുള്ള 4 ഘടകങ്ങൾ ഒലിവെണ്ണയോട് ചേർത്ത് 5 കൂട്ടം കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് തൈലക്കാരൻ്റെ വിദ്യപ്രകാരം ചേർത്തുണ്ടാക്കുന്നതാണ് അഭിഷേക തൈലം. ഈ തൈലമാണ് പുരോഹിതന്റെ മേൽ ഒഴിക്കേണ്ടത്. ഇതിനകത്ത് ഒലിവെണ്ണ മാത്രമാണ് കുഷ്ഠരോഗിയുടെ മേൽ പതിച്ചവ, കുഷ്ഠരോഗിയുടെ മേൽ ഒഴിച്ചവ. അവനകത്ത് ഈ 4 ഘടകങ്ങളില്ല. ഇത് പുരോഹിതന്റെ മേൽ ഒഴിക്കേണ്ടതാണ്. പുരോഹിതൻ ആരാണ്? പുരോഹിതൻ സാധാരണക്കാരനല്ല. പുരോഹിതൻ ഒരു വിശ്വാസിയല്ല. പുരോഹിതൻ അവൻ ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ്. ഒരു വിശ്വാസിക്കോ ഒരു ഭക്തനോ നോക്കൂ, അവന് പല കാര്യങ്ങളിൽ ഏർപ്പെടാം. പക്ഷെ പുരോഹിതൻ അവൻ ആലയത്തിലെ രാവിലത്തെ ആ ശബ്ദം കേൾക്കുമ്പോൾ അവൻ വെളുപ്പിന് എഴുന്നേൽക്കണം. അവൻ ആലയത്തിൽ അവൻ രാവിലെ അതിവെളുപ്പിന് അവൻ ഹാജരാകണം. അതുമാത്രമല്ല, അവൻ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നു. ആലയത്തിലിരിക്കാൻ പീഠമില്ല. അവിടെ നിന്നുകൊണ്ട് രാവും പകലും അല്ല, പകൽ മുഴുവൻ അവൻ അഹോരാത്രം അവൻ കർത്താവിന് പകരക്കാരനായി ആ ആലയത്തിലും ജനത്തിനും ദൈവത്തിനും ഇടയിൽ നിന്നുകൊണ്ട് അവൻ ശുശ്രൂഷിക്കുന്നു. ആയിരക്കണക്കിന് യാഗകർമാദികൾ നടക്കുന്നു. അവൻ്റെ കടപ്പാടുകൾ വർദ്ധിക്കുന്നു, അവൻ്റെ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നു, അവൻ്റെ സമർപ്പണം വർദ്ധിക്കുന്നു. അവൻ ജനത്തിനു വേണ്ടി ദൈവത്തിലേക്ക് ജനത്തെ അടുപ്പിക്കേണ്ടവന്, ദൈവത്തിന് പകരക്കാരനായി അവൻ ജനത്തിനു വേണ്ടി ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകനായിട്ട് അവൻ നിൽക്കുകയാണ്. അവൻ്റെ തലമേൽ ഒഴിക്കുന്നതാണ് ഈ അഭിഷേക തൈലം. അപ്പോൾ ഈ തൈലം അവൻ്റെ മേൽ വീഴുന്നത് അവന് ഒരു കർത്തവ്യത്തിലേക്ക് വിടുകയാണ്, അവനെ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് തള്ളിവിടുകയാണ്. ഇതിനകത്ത് ചേർക്കപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയാണ് ഇതിനകത്ത് 1ാമത്തെ ഘടകം എന്ന് പറയുന്നത്. ആ ഘടകത്തെ ഞാൻ ഒരു ഭാഗത്ത് വയ്ക്കുന്നു. ബാക്കി 4 ഭാഗങ്ങൾ ഇതിനകത്തുള്ള കാണുവാൻ നിങ്ങളുടെ കണ്ണു തുറക്കണം. ഒന്ന് 500 ശേക്കൽ അയഞ്ഞ മൂരാണ്. മൂരിൻ്റെ പ്രത്യേകത, ഈ മൂര് ഇത് മണം മധുരമുള്ളതാണെങ്കിലും ഇതിൻ്റെ രുചി കയ്പാണ്. ഈ മൂരാണ് സാധാരണഗതിയിൽ ആളുകൾ ശവസംസ്കാരത്തിന് ബോഡിയെ പൊതിയുവാനായിട്ട് ഉപയോഗിക്കുന്നവ. ഈ മൂരിൻ്റെ പ്രത്യേകത, ഇത് കുടിച്ചാൽ ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ വേദന കുറയും, മരണവേദന കുറയും. ഈ മൂരൊരു വ്യക്തിയുടെ മേൽ പൊതിഞ്ഞാൽ ആ വ്യക്തിയുടെ ശരീരത്തിൽ പെട്ടെന്ന് റീസ്റ്റോറേഷൻ നടക്കും, ആ ശരീരത്തിൽ പെട്ടെന്ന് സൗഖ്യം വ്യാപരിക്കും. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന് വേദന സഹിച്ച് പുളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ കർത്താവിന് വീഞ്ഞിൽ കലക്കി കൊടുത്തത് മൂരാണ്. പക്ഷെ കർത്താവ് അത് കുടിച്ചില്ല. കാരണം എൻ്റെ വേദന ഞാൻ സഹിക്കണം, ഞാനത് സഹിച്ചോളാം, എൻ്റെ വേദനയെ ഇല്ലാതാക്കുന്ന കയ്പ് കുടിക്കാൻ പറ്റിയാലെന്ന് പറഞ്ഞ കർത്താവ് അതിനെ തിരസ്കരിക്കുന്നു. യേശുക്രിസ്തു മരിച്ചിട്ടില്ല എന്ന ഒരു വാദഗതി പുറത്തു വരാൻ കാരണം യോസഫും നിക്കോദിമോസും കൂടെ യേശുവിൻ്റെ ശരീരത്തിന്മേൽ 100 റാത്തൽ സുഗന്ധവർഗവും മൂരും കൂടെ ചേർത്ത് കെട്ടിവെച്ചവനാൽ അവൻ മരിച്ചിട്ടില്ലായിരുന്നു. ആ മൂര് വെച്ചവനാൽ അവൻ്റെ ശരീരം ഉദ്ധരിക്കപ്പെട്ടതാണ്, സൗഖ്യമായതാണ് എന്ന് വാദിക്കുന്ന വാദഗതിക്കാർ എഴുന്നേൽക്കാനുള്ള കാരണം യേശുവിൻ്റെ ശരീരത്തിൽ മൂര് വെച്ച് അവർ സുഗന്ധവർഗം പൊതിഞ്ഞു എന്നൊരൊറ്റ കാരണം പറഞ്ഞുകൊണ്ടാണ്. നോക്കൂ, എന്നാൽ യേശുവിൻ്റെ സമാപനം, അവൻ്റെ മരണ അടക്കം, ആ അടക്കത്തിൽ അവനെ 100 റാത്തൽ സുഗന്ധവർഗവും മൂരും പൊതിഞ്ഞാണ് അവനെ അടക്കിയത്. അവൻ്റെ ജനനം അവനാ
അവന്റെ ജനനത്തിങ്കൽ അവനെ കാണുവാൻ വന്ന വിദ്വാൻമാർ അവന്റെ കാൽക്കൽ വെച്ചത് പൊന്ന്, കുന്തിരിക്കം, മൂര് എന്ന 3 ഘടകങ്ങളാണ്. അർത്ഥാൽ ജനനം മുതൽ അവന്റെ മരണ സമാപനം വരെ അവൻ മൂര് അവന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്നതായിട്ട് നമുക്ക് കാണാം. ഇത് നിഴലുകളായി നിൽക്കുന്നെങ്കിലും അവന്റെ ജീവിതം കയ്പ് നിറഞ്ഞതായിരുന്നു. അവനൊരു മധുരമുള്ളവനായിരുന്നെങ്കിലും അവന്റെ ജീവിതം കയ്പുള്ളതായിരുന്നു. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടിതാവിന് ജനിക്കാൻ ഒരു സ്ഥലം കിട്ടിയില്ല. ഇതിനേക്കാൾ കയ്പ് എന്താ ഉള്ളത്? അവനെ ജനിച്ചത് വഴിയരികിലും അവനെ കിടത്തിയത് നോക്കൂ പശുത്തൊട്ടിലുമാണെന്ന് നാം അത് വായിച്ചു വരുന്നു. നോക്കൂ, അങ്ങനെയെങ്കിൽ അവന്റെ ജനനം തന്നെ കയ്പിനകത്തല്ലേ? അവന്റെ ജീവിതമോ തച്ചന്റെ മകനായി. നോക്കൂ, ആ ഒരു ദരിദ്ര കുടുംബത്തിൽ അവൻ വളർന്നില്ലേ? അവന്റെ ജീവിതവും വളർച്ചയും കയ്പുകളുടെ നടുവിലല്ലേ? നോക്കൂ, അവൻ വളർന്നപ്പോൾ നാട്ടുകാർ അവനെ തച്ചന്റെ മകൻ എന്ന് വിളിച്ചില്ലേ? വേശ്യാപുത്രൻ എന്ന് വിളിച്ചില്ലേ? മറയുടെ മകൻ എന്ന് വിളിച്ചില്ലേ? അപമാനങ്ങളുടെയും വേദനകളുടെയും മടിവിലിന്റെ കർത്താവ് മൂര് സഹിച്ചുകൊണ്ട്, കയ്പ് സഹിച്ചുകൊണ്ട് അവൻ വളർന്നു. ഇനി ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോഴോ അവൻ ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നെന്നും അവൻ ദുരുപദേശക്കാരനാണെന്നൊക്കെ കർത്താവിനെതിരെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ചൊരിഞ്ഞു വിട്ടില്ലേ? അവൻ ദൈവത്തിനെതിരെ പ്രസ്താവിക്കുന്ന ദൈവദൂഷണം പറയുന്നവനാണെന്ന് വരെ അവനെവരെ പറഞ്ഞില്ലേ? എല്ലാത്തിൻ്റെ മടിവിലൂടെ, കയ്പുകളുടെ മടിവിലൂടെ അവൻ ജീവിച്ചുവെങ്കിലും അവന്റെ ജീവിതം ഒരു മധുരമായിരുന്നു. ആ കർത്താവിനായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. നോക്കൂ, ഇതിന്റെ പ്രത്യേകത, ഈ മൂരിന്റെ പ്രത്യേകത, ഇത് ഒരു മരത്തിന് വെട്ടേൽക്കുമ്പോൾ അവന്റെ ജീവൻ പുറത്തു വരുന്നതാണ് ഈ മൂരെന്ന് പറയുന്നത്. ഈ മൂരിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, അത് നമ്മുടെ വേദനകളെ ഇല്ലാതാക്കുന്നതാണ്. ഒരു പുരോഹിതന്റെ മേൽ അഭിഷേകം ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ഒഴിക്കുന്ന ആ അഭിഷേക തൈലത്തിൽ കൂട്ടിച്ചേർത്തിരുന്ന കൂട്ട് മൂരാണ്. അർത്ഥാൽ അവൻ വേദനകളിലൂടെ മടക്കണം, അവൻ പ്രശ്നങ്ങളിലൂടെ മടക്കണം. എന്നാൽ പ്രശ്നങ്ങൾ അറിയാത്തവനെ പോലെ പ്രശ്നങ്ങളുടെ നടുവിലൂടെ അവനെ മടത്തുന്നതാണ് ഈ മൂര് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. രണ്ടാമത് കറുവപ്പട്ടയാണ്. കറുവപ്പട്ടയുടെ പ്രത്യേകത, അത് മാധുര്യമുള്ളതാണ്, അത് ഫലദായകരമാണ്, സവിശേഷമായ മണം അതിനുണ്ട്. കറുവപ്പട്ട ക്ഷീണിച്ച ഹൃദയങ്ങളെ ഉത്തേജിപ്പിക്കുന്നതാണ്. ഇത് എൻ്റെ യേശുവിൻ്റെ ഈ ഭൂമിയിലുള്ള ജീവിതത്തെ കാണിക്കുകയാണ്. 250 ശക്കൽ കറുവപ്പട്ടയാണ് അഭിഷേക തൈലത്തിനകത്ത് ചേർക്കുന്നത്. അത് യേശുവിൻ്റെ ജീവിതം സൗരഭ്യമുള്ള ജീവിതത്തെ കാണിക്കുകയാണ്. ആ ജീവിതം സൗരഭ്യമുള്ള ജീവിതമാണ്, യാതൊരു തർക്കവും അതിനകത്തില്ല. എന്നാൽ 250 ശേക്കൽ സുഗന്ധ സസ്യം കൂടെ മൂന്നാമതായിട്ട് നമുക്ക് അതിനകത്ത് കാണാം. എന്താ സുഗന്ധ സസ്യത്തിന്റെ പ്രത്യേകത? സുഗന്ധ ലവംഗത്തിന്റെ പ്രത്യേകത എന്താണ്? അത് വളരുന്നത് ചതുപ്പിനകത്താണ്, അത് വളരുന്നത് ചെളിക്കകത്താണ്. പക്ഷേ ഒരു ചതുപ്പിനും ഒരു ചെളിക്കും അവനെ അടച്ചു വയ്ക്കാനോ അതിനെ താഴ്ത്തിക്കളയാനോ പറ്റുകയില്ല. ചതുപ്പിന്റെ മടിവിൽ നിന്ന്, ചെളിയുടെ മടിവിൽ നിന്ന് അത് ശക്തിയോടെ പുറത്തേക്ക് അത് വളർന്നു വരും. നോക്കൂ, അത് എന്തിനെ കാണിക്കുകയാണ്? നമ്മുടെ കർത്താവ് പാപമാക്കപ്പെട്ടവനായി മനുഷ്യവർഗത്തിന്റെ പാപം മുഴുവൻ ചുമന്ന് നമ്മെ നീതിമാന്മാരാക്കേണ്ടവന്, നമ്മെ നീതിയാക്കേണ്ടവന് അവൻ പാപമാക്കപ്പെട്ടു. നമ്മുടെ കർത്താവ് പാപമാക്കപ്പെട്ടു. പാപം ചെളിക്ക് തത്തുല്യമല്ലേ? പാപമാക്കപ്പെട്ട് പാപം ചുമക്കപ്പെട്ട കർത്താവിനെയാണ് അവർ അരമത്തിക്കാരൻ യോസഫിന്റെ കല്ലറയിൽ അവർ അടക്കിയവർ. എന്നാൽ പാപമാക്കപ്പെട്ട ആ നമ്മുടെ കർത്താവ് പാപത്തിൽ അവൻ അടിഞ്ഞു പോകാതെ, പാപത്തിൽ അവൻ ഒതുങ്ങിപ്പോകാതെ, പാപത്തെയും മരണത്തെയും പാതാളത്തെയും ജയിച്ച് 3-ാം നാൾ ഒന്നിനും ഒതുക്കി വെക്കാൻ പറ്റാതെ, കല്ലറയുടെ വാതിലുകൾക്ക് പോലും, കല്ലറയുടെ മുമ്പിൽ ആ ഉരുട്ടിവെച്ച കല്ലിന് പോലും, കാവൽ നിന്ന കാവൽ പട്ടാളങ്ങൾക്ക് പോലും ഒതുക്കി വെക്കാൻ കഴിയാതെ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അത് സുഗന്ധ സസ്യത്തിന് നിഴലായി നിൽക്കുകയാണ്. ഒടുവിൽ നാം കാണുന്നത് 500 ശക്കൽ വടനത്തൊലിയാണ്. ഇത് അമരിപ്പട്ട എന്ന പദപ്രയോഗത്താൽ ഇത് POC ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കറുവപ്പട്ടയുടെ അകത്തെ ഭാഗമാണ് വടനത്തൊലി എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഇത് പാമ്പുകളെ, ക്ഷുദ്രജീവികളെ ഇത് ഓടിക്കുന്നതാണ്. ഈച്ച, പാറ്റ എന്ന് പറയുന്ന ക്ഷുദ്രജീവികളൊന്നും ഈ വടനത്തൊലിയുടെ മണമേറ്റാൽ 7 അയൽവക്കത്ത് വരികയില്ല. പാമ്പുകളെ ഇത് ഓടിക്കുന്നതാണ്. കാരണം ഇതിൻ്റെ സൗരഭ്യം കേട്ടാൽ പാമ്പുകൾ ഓടാൻ തുടങ്ങും. നോക്കൂ, അപ്പോൾ പാമ്പുകളെ ഓടിക്കുന്ന, ക്ഷുദ്രജീവികളെ ഓടിക്കുന്ന വടനത്തൊലി 500 ശേക്കൽ ഈ അഭിഷേക തൈലത്തിനകത്ത് ഒഴിച്ചിരിക്കണം. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ചിത്രം നിങ്ങളുടെ അകത്ത് ലഭ്യമായിട്ടുണ്ടല്ലോ. 500 ശേക്കൽ മൂര്, 500 ശേക്കൽ വടനത്തൊലി, 250 ശേക്കൽ കറുവപ്പട്ട, 250 ശേക്കൽ സുഗന്ധ ലവംഗം. നോക്കൂ, ഈ കൂട്ട് ആണ് ഒരുമിച്ച് തൈലക്കാരൻ്റെ വിദ്യപ്രകാരം ഒരു പുരോഹിതന്റെ തലമേൽ ഒഴിക്കുന്നത്. ഈ അഭിഷേക തൈലമാണ് നിന്റെ തലമേലിരിക്കുന്നത്. ഈ വെളിപ്പാട് വന്നാൽ എൻ്റെ പൊന്നു സഹോദരന്മാരെ, പൊന്നു സഹോദരിമാരെ, നിങ്ങൾ അവനെ അവസാനത്തെ ഭാഗം നിങ്ങൾ കേട്ടോ. വടനത്തൊലിയുടെ പ്രത്യേകത, അത് പാമ്പുകളെ ഓടിക്കും, അത് ക്ഷുദ്രജീവികളെ ഓടിക്കും. നീ ഓടിക്കാൻ ഒന്നും ചെയ്യണ്ട. നിന്റെ തലയിൽ യഥാർത്ഥ അഭിഷേകം ഒഴുകാൻ തുടങ്ങിയാൽ ഒരു പോരാട്ടവും നിന്റെ കുടുംബത്തിന് വരെ അടുത്തു വരികയില്ല. ഇത് അത്ര ശക്തിയുള്ളവ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എൻ്റെ കർത്താവിൻ്റെ കൈക്കകത്ത്
സഭയ്ക്കകത്താണ്. ഇവിടെ കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. മുമ്പിൽ കാണുന്ന വളർച്ചയില്ലാത്ത വിശ്വാസികളെ നോക്കിക്കൊണ്ട് അവിടെ പോരാട്ടം, ഇവിടെ പോരാട്ടം, ആ പോരാട്ടം, ഈ പോരാട്ടം, ആ രോഗം പോരാട്ടം, ഈ രോഗം പോരാട്ടം, ഇങ്ങനെ പോരാട്ടത്തിന്റെ കഥ പറഞ്ഞ് നടക്കുന്ന, അതും പറഞ്ഞ് കാശുണ്ടാക്കുന്ന കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. നോക്കൂ, യഥാർത്ഥ അഭിഷേക തൈലം നിന്റെ തലമേൽ വീടാൻ ജീവിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് നിന്നിൽ വ്യാപരിക്കാൻ തുടങ്ങിയാൽ, ഒരു പൗരോഹിത്യ അഭിഷേകം നിന്റെ തലമേൽ ചലിക്കാൻ തുടങ്ങിയാൽ, ഒരു പോരാട്ടവും നിന്റെ വീടിന്റെ 7 അയൽവക്കത്ത് വരികയില്ല. ഇന്ന് പകൽ അത് അകത്ത് ഉറപ്പായി വരുന്നവർക്കായി സ്തോത്രം. അങ്ങനെ ആർക്കെങ്കിലും പോരാട്ടം വന്നാൽ അവൻ ക്രിസ്തു എന്ന ജീവനുള്ള കല്ലോട് ചേർന്ന് ദൈവസഭയാം ദൈവാലയത്തിൽ ചേർന്ന് പണിയപ്പെടാത്ത ഏതോ ജഡികനാണ്. നിന്റെ ജഡീയത്വം വെച്ചുകൊണ്ട് നീ ഇന്ന് പകൽ സഭയ്ക്കകത്ത് വാഴരുത്. നീ സഭയിൽ ആത്മീയനായി പണിയപ്പെട്. നീ ദൈവസഭയ്ക്കകത്തേക്ക് വന്നത് ജഡീകത്വത്തിൽ തുടരാനല്ല, സകല ദുഷ്ടതയും എല്ലാ ചതിവും എല്ലാ വ്യാജഭാവവും വിട്ടുകളഞ്ഞ് നീ ക്രിസ്തു എന്ന തലയോളം ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വളരുവാനായി വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ തയ്യാറാകുക. നോക്കൂ, ആഴ്ചയിലൊരിക്കൽ സങ്കീർത്തന പുസ്തകം വായിച്ച് യഹോവ നല്ലവൻ വല്ലവൻ എന്ന് പാടിയാൽ പോരാ. നിന്റെ വശത്ത് 1000 പേരും വലത്തുവശത്ത് 10,000 പേരും വീഴുമെന്ന് പറഞ്ഞ് സ്തോത്രം പറഞ്ഞാൽ പോരാ. ക്രിസ്തുവിന്റെ വചനം നീ ഭക്ഷിക്കണം. നീ ക്രിസ്തുവിനെ ഭക്ഷിക്കണം. നീ നീതിയുടെ വചനം ഭക്ഷിക്കണം. കട്ടിയായിട്ടുള്ള വചനം നീ ഭക്ഷിക്കണം. ലേഖനങ്ങൾ വായിക്കണം. സങ്കീർത്തനങ്ങൾ മാത്രം വായിച്ച് നിന്റെ ജീവിതം അവസാനിപ്പിക്കരുത്. എന്താ ഞാൻ പഴയ നിയമം വേണ്ടെന്നാണ് പറഞ്ഞത്? ആരോ പറയുന്നത് കേട്ടു, സജീവ് പാസ്റ്റർ പഴയ നിയമം വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഈ പ്രസംഗിച്ച മുഴുവൻ പഴയ നിയമത്തിൽ നിന്നല്ലേ. ഏതോ ബോധമില്ലാത്തവർ ഏതോ ബോധക്കേട് പറയുന്നുകൊണ്ട് നിങ്ങൾ അവൻ്റെ പുറകെ ഇറങ്ങിപ്പോകരുത്. ദൈവത്തിന്റെ വചനം അത് എല്ലാ തിരുവഴുത്തും ദൈവ നിശ്വാസ്യമാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള 66 പുസ്തകങ്ങൾ ദൈവത്തിന്റെ വചനമാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അവരെ ഉടമ്പടി ദൈവം നമുക്ക് പുതിയ നിയമത്തിൽ തന്നിരിക്കുന്നു. ആ പുതിയ ഉടമ്പടിയുടെ വിശാലതകൾ നിങ്ങൾ കാണണമെങ്കിൽ അത് നിങ്ങൾ പഴയ നിയമത്തിൽ കാണാം. പഴയ നിയമം പുതിയ നിയമത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് നൽകുന്നു. പുതിയ നിയമം എന്താണെന്ന് വ്യക്തമായി പുതിയ നിയമം നമുക്ക് തുറന്നു നൽകുന്നു. പുതിയ നിയമം തുറക്കുന്നത് കാണാൻ, അവൻ്റെ ആഴം കാണാൻ നിങ്ങൾ പഴയ നിയമത്തിലേക്ക് ഇറങ്ങി വരണം. പുതിയ നിയമത്തിലെ അഭിഷേകം എന്താണെന്ന് പറയാനല്ലേ നമ്മൾ പഴയ നിയമത്തിലെ ഈ മേഖല മുഴുവൻ കാണാൻ തുടങ്ങിയത്. ഈ മൂര് നമ്മുടെ ക്രിസ്തുവിന് മെഡലാണ്. അവിടുത്തെ കറുവപ്പട്ട നമ്മുടെ ക്രിസ്തുവിന്റെ ജീവിതത്തിന് മെഡലാണ്. അവിടുത്തെ സുഗന്ധലവകം നമ്മുടെ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് മെഡലാണ്. അവിടുത്തെ വടനത്തൊലി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട കർത്താവ് സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്തു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്ന യേശുക്രിസ്തുവിലെ അതോറിറ്റിക്ക് അത് നിഴലായി നിൽക്കുകയാണ്. ഈ അഭിഷേക തൈലമാണ് നിന്റെ തലമേൽ വീണിരിക്കുന്നത്. ഈ അഭിഷേകത്തിലാണ് നിന്നെ വളർത്താൻ സ്വർഗം ആഗ്രഹിക്കുന്നത്. ഇത് ഒരു ദേഹത്തിൽ ഒഴിക്കുകയല്ല, ഇതൊരു ദേഹിയുടെ മേൽ ഒഴിക്കുകയല്ല. വഴിക്കൂടെ പോകുന്നവന്റെ മേൽ ഒഴിക്കാനുള്ളവല്ല. രോഗസൗഖ്യത്തിന് വരുന്നവന്റെ മേലോ, കടഭാരം മാറാൻ വരുന്നവന്റെ മേലോ, പെണ്ണുകെട്ടാൻ സഭയിൽ വരുന്നവന്റെ മേലോ ഒഴിക്കുന്നതല്ല പൗരോഹിത്യ അഭിഷേകം. പൗരോഹിത്യ അഭിഷേകം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിതരായി ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ക്രിസ്തുവിന്റെ ഹൃദയത്തിലുള്ള ആഗ്രഹപ്രകാരം അവന്റെ പദ്ധതികൾക്ക് വേണ്ടി തയ്യാറാകുന്ന അവന്റെ ഭക്തന്മാർക്ക് അവരുടെ മേൽ ഒഴിക്കാനുള്ളതാണ് ഈ പൗരോഹിത്യ അഭിഷേകം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരോ ക്രിസ്തുവിനെ അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. ഇന്ന് പകൽ യേശുവിന്റെ പാപങ്ങൾക്ക് പകരമായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുക. ഇന്ന് പകൽ അവൻ നിന്റെ മേൽ കുഷ്ഠരോഗിയുടെ മേൽ പകരപ്പെടുന്ന അവന്റെ അഭിഷേകതയിൽ ഒഴിക്കാൻ അവൻ തയ്യാറായി നിൽക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ദൈവസഭയോട് ചേര്, ഒരു ലോക്കൽ ചർച്ചിനോട് ചേര്. നിന്റെ അകത്ത് ആത്മാവിൽ വളർച്ച നൽകണം. പുറത്തെ വേഷം മാത്രം മാറിയാൽ പോരാ. പുറത്തെ വേഷം മാറും, അകത്ത് ആത്മാവിൽ വളർച്ച നടന്നാൽ പുറത്തു വേഷം മാറും. പക്ഷെ പുറത്തു വേഷം മാറുന്നതല്ല ആത്മീയത എന്ന് പറയുന്നത്. അകത്ത് മാറാത്ത പുറത്തുള്ള ഒരു മാറ്റമല്ലെന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ. അതുകൊണ്ട് പുറത്തു മാറുന്നതല്ല പ്രാധാന്യം, അകത്തു മാറട്ടെ. അകം മാറിയാൽ പുറം മാറും. അതുകൊണ്ട് അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് പൗരോഹിത്യത്തിൽ വളരുവാൻ, ജീവനുള്ള കല്ലായ അവനോട് ചേർന്ന് അവന്റെ ജീവനിൽ വളരുവാൻ നിങ്ങൾ തയ്യാറാകുന്ന പക്ഷം പുരോഹിത അഭിഷേകം ചലിക്കാൻ തുടങ്ങും. നിങ്ങളുടെ മേൽ ആ ശക്തി വ്യാപരിക്കാൻ തുടങ്ങും. നിങ്ങൾ ആയിരങ്ങളുമായി ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ചെല്ലുക. നിങ്ങളുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ വ്യാപരിക്കുന്ന ആ ദൈവിക അഭിഷേകം കണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ദൈവസഭയ്ക്കകത്തേക്ക് വരാൻ തുടങ്ങും. നിങ്ങൾ ജനത്തെ ദൈവത്തിങ്കിലേക്ക് എത്തിക്കാൻ തുടങ്ങും. നിങ്ങളിൽ ആ ശക്തി വ്യാപരിക്കാൻ തുടങ്ങും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതം നടക്കും. നിങ്ങളുടെ സമർപ്പണത്തിൽ അവിടെ ദൈവ പ്രവൃത്തി വെളിപ്പെടും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ
ദൈവം മഹത്വകരമറിയ ദൈവ സാന്നിധ്യം തുറക്കാൻ തുടങ്ങും. വഴികൾ തുറന്നു വരും, അത്ഭുതങ്ങൾ നടക്കും, രേഖകൾ ശരിയാകാൻ തുടങ്ങും, ഗവൺമെന്റ് തടഞ്ഞു വെച്ച നന്മകൾ തുറന്നു വരാൻ തുടങ്ങും, ബിസിനസ് അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും, ദൈവപ്രവർത്തികൾ വെളിപ്പെടാൻ തുടങ്ങും. രോഗത്തിന്റെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ കിടക്കുന്നവർ നിങ്ങളുടെ വാക്ക് കേൾക്കുമ്പോൾ ആശ്വാസം സംഭവിക്കാൻ തുടങ്ങും. കാരണം നിങ്ങൾ പ്രാപിച്ച അഭിഷേകത്തിനകത്ത് മൂരുണ്ട്. വേദനകൾ ഇല്ലാതാക്കുന്ന മൂര് നിന്നിൽ വ്യാപരിക്കാൻ തുടങ്ങും. ഇന്ന് പകരം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, എത്ര കഠിനമായ വേദന നിങ്ങളുടെ മേലുണ്ടെങ്കിലും എൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവിക അഭിഷേകത്താൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത ഒരു സ്വാതന്ത്ര്യം വെളിപ്പെട്ടു വരുന്നു. തടവുകാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന, തകർന്ന ഹൃദയങ്ങളുടെ മുറിവുകളെ കെട്ടുന്ന, ഭക്തന്മാരെ വിടുവിക്കുന്ന, ദുഃഖിതന്മാർക്ക് ആശ്വാസം കൊടുക്കുന്ന, അലങ്കാരം മാനിടിപ്പിക്കുന്ന യഹോവയുടെ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം വ്യക്തികളുടെ തലമേൽ ഇപ്പോൾ ഇറങ്ങി വരുന്നു. ലോക രാജ്യങ്ങളിൽ നിന്ന് എന്നെ കേൾക്കുന്ന വ്യക്തികളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, ജോലി നഷ്ടപ്പെട്ടവരുടെ മേൽ, ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടവരുടെ മേൽ ഇതിപ്പോൾ സൗഖ്യമായി, ഇതിപ്പോൾ വിടുവരായി, ഇതിപ്പോൾ ആരോഗ്യമായി, ഇതിപ്പോൾ നന്മയായി ഇറങ്ങി വരുന്നു. അഭിഷേകത്തിന്റെ ശക്തി ചലിക്കുന്നു. അഭിഷേകത്തിന്റെ നിറവ് ശക്തിയോടെ ഇറങ്ങി വരികയാണ്. ഇപ്പോൾ സൗഖ്യവും വിടുവലും വെളിപ്പെട്ടു വരികയാണ്. ഒരു നിമിഷം എന്നോടുകൂടെ പ്രാർത്ഥിച്ചോ. കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുവാൻ അവന്റെ മുഴു ശക്തിയോടെ ഇറങ്ങി നിൽക്കുന്നു. യഹോവയുടെ പ്രത്യക്ഷതകൾ, ക്രിസ്തുവിന്റെ പ്രത്യക്ഷതകൾ ഇപ്പോൾ വ്യക്തികൾക്ക് അനുഭവിച്ചറിയാം. നിന്റെ മുറിക്കകത്ത് നീ ഇരിക്കുന്ന സെറ്റിയുടെ മുമ്പിൽ ദൈവ സാന്നിധ്യം ചലിക്കുന്നു. ഇപ്പോൾ ആ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന വെളിപ്പാട് ആത്മാവിൽ കണ്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികൾ അവരുടെ രോഗമുള്ള ഭാഗത്ത് കരം വെച്ച് പ്രാർത്ഥിക്കുക. തകർക്കപ്പെട്ടവർ അവരുടെ തകർച്ചകൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരു അസാധാരണമായ വിടുതൽ ഇപ്പോൾ വ്യക്തികളുടെ മേൽ വെളിപ്പെട്ട് വരികയാണ്. സ്വർഗീയ പിതാവേ, ഈ രോഗികൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ മഹത്വമുള്ള കരം ചലിക്കട്ടെ കർത്താവേ. അങ്ങയുടെ ആത്മാവ് ഇപ്പോൾ ഇറങ്ങി വരുന്ന കൃപയ്ക്കായി സ്തോത്രം. വ്യക്തികളെ അഭിഷേകം ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. അത്ഭുതകരമായ വിടുതലുകൾ വെളിപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാനിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹമാകട്ടെ കർത്താവ്. ചെയ്യുവാനായി സ്തോത്രം. മഹത്വം കുഞ്ഞാടിന് പ്രാർത്ഥനയായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനകൾക്കും കൗൺസിലിങ്ങൾക്കുമായിട്ട് താഴെ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഏതു നേരത്തും നിങ്ങളെ സഹായിപ്പാൻ ഞങ്ങൾ ദൈവാത്മാവിൽ സന്നദ്ധരാണ്. പുതിയ നിയമ വെളിപ്പാടിൽ എല്ലാ ഞായറാഴ്ചയും കർത്താവിനെ ആരാധിപ്പാൻ ഞങ്ങൾ തൃശ്ശൂർ പട്ടണത്തിൽ ഒരു ക്രമീകരണം ഒരുക്കിയിരിക്കുന്നു. തൃശ്ശൂർ വടക്കേ ബസ് സ്റ്റാൻഡിലുള്ള മംഗള ടവറിലെ 3-ാം നിലയിലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ആരാധന ഇവിടുത്തെ സൃഷ്ടി നടത്തപ്പെടുന്നു. ഞാൻ അവിടെ ഉണ്ടാകും. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. അസാധാരണമായ അത്ഭുതങ്ങൾ അനുഭവിപ്പാൻ നിങ്ങളേവരെയും ഞങ്ങൾ കർത്താവിനെ സ്വാഗതം ചെയ്യുന്നു. കുന്നംകുളത്തുള്ള വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് ഞായറാഴ്ച രാവിലെ 9 മുതൽ 12 മണി വരെ ആരാധനയും വീടുകൾ ശുശ്രൂഷയും നടത്തപ്പെടുന്നു. ലോകരാജ്യങ്ങളിൽ പുതിയ നിയമ വെളിപ്പാടുകൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ജീവശബ്ദം മീഡിയ മിനിസ്ട്രിക്ക് ഏറിയ ചിലവുകളുണ്ട്. ഇതിലേക്ക് പങ്കുകാരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ സാവകാശമുണ്ടെന്നുള്ള കാര്യം ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. വീണ്ടും കാണുവരെ കർത്താവ് തന്റെ ചിറകിന്റെ മറവിൽ നമ്മെ മറക്കട്ടെ. ഗോഡ് ബ്ലസ് യു. തൃശൂർ ശക്തൻ മാർക്കറ്റ് ഷാലോം പ്രയർ ടീം ഈ വർഷം ഒരുക്കുന്ന 2ാമത് ആത്മീയ സംഗമം ജീവശബ്ദം 2015 തൃശൂർ ശക്തൻ നഗറിൽ 2015 ഒക്ടോബർ 18 ഞായർ വൈകിട്ട് മുതൽ നവംബർ 1 ഞായർ വരെ 15 ദിവസം നീണ്ടു നിൽക്കുന്ന ആത്മീയ സംഗമം. ലോകപ്രസിദ്ധ ശുശ്രൂഷകന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുന്നു. 100-ൽ പരം വിശ്വാസികൾ ഇന്ത്യയുടെ ഉണർവിനു വേണ്ടി ഒരുമിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മീറ്റിങ്ങുകളിലേക്ക് ഞങ്ങൾ ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ പ്രഭാഷകരായ പാസ്റ്റർ സജി ജോർജ് തൃശൂർ, പാസ്റ്റർ കെ എ എബ്രഹാം തിരുവല്ല തുടങ്ങിയവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നു. സാദ്യത് ഗോസ്പൽ ടീം തിരുവല്ല സംഗീതം ആലപിക്കുന്നു. താമസ സൗകര്യം ആവശ്യമുള്ളവർ മുൻകൂട്ടി ആവശ്യപ്പെട്ടാൽ ക്രമീകരണങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഏവർക്കും സ്വാഗതം. അകലാത്ത സ്നേഹിതൻ ഉത്തമ കൂട്ടാളിയായി ആശ്രയിപ്പാനും പങ്കിടുവാനും നല്ലൊരു സഖിയാണവൻ. ആശ്രയിപ്പാനും പങ്കിടുവാനും നല്ലൊരു സഖിയാണവൻ. അകലാത്ത സ്നേഹിതൻ ഉത്തമ കൂട്ടാളിയായി ആശ്രയിപ്പാനും പങ്കിടുവാനും നല്ലൊരു സഖിയാണവൻ. ആശ്രയിപ്പാനും പങ്കിടുവാനും നല്ലൊരു സഖി